അബിയേ, നീ എന്താടാ വരാൻ വൈകിയേ? അവിടെ ഈവനിങ് ക്ലാസ് ഉണ്ട്, പിന്നെ ഇങ്ങോട്ട് നടന്നെത്തണ്ടേ? ആഹാ, നിക്ക് ഞാൻ വരാം, ഒരു മിനിറ്റ്. എന്തിന്റെ ക്ലാസ്സാടാ നിനക്ക്? മലയാളത്തിലേക്ക് തന്നെ ക്ലാസ് ആയിരുന്നു. ഇപ്പൊ ക്ലാസ് ഒക്കെ മാറി മാറി വരുന്നുണ്ട്. ഇംഗ്ലീഷും മാത്സും എല്ലാ വിഷയവും ഉണ്ട്. കണക്കെന്താ കിറുക്കുണ്ടോ? സ്കൂൾ വിട്ടിട്ട് അവിടെ തന്നെ ഇരിക്കേ? എനിക്ക് ചെറിയ ക്ലാസ് ഒന്നും പഠിക്കാനായില്ലടാ. അച്ഛല്ലാത്തോണ്ട് അമ്മ എപ്പോഴും ഓരോ പണിയിലാവും. കിടക്കണേന് മുമ്പ് എന്തേലും ചോദിച്ചാ പഠിക്കാനല്ലേ സ്കൂളിലേക്ക് വേണ്ടവൻ ഒച്ചടും. എനിക്ക് ശരിക്കും വായിക്കാനൂടി അറിയാടാ. എടാ, അപ്പൊ എനിക്ക് ക്ലാസ്സിന് പഠിക്കാനാവൂലേ? എനിക്കിപ്പോഴും കൂട്ടുകാരോടൊപ്പം പഠിച്ചെത്താൻ കഴിയാറില്ലടാ. ചിലപ്പോ വായിക്കാനോടി പറ്റാറില്ല. അത് കണ്ടൊരു ദിവസം ടീച്ചറിനെ സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി വായിപ്പിച്ചു. ഇപ്പോ എന്നെപ്പോലെ കുറെ പേരുണ്ട്. ഞങ്ങൾ എല്ലാവരും ഒരു ക്ലാസ്സിൽ വെച്ച് ടീച്ചർ പഠിപ്പിക്കും. ഇപ്പൊ നീ ഓക്കെ വരുന്നുണ്ടോ? ആയി വരുന്നു. ഒറ്റയ്ക്ക് വായിക്കാൻ പറ്റുന്ന ദിവസം ഞാൻ നല്ല ഹാപ്പിയാടാ. എന്നും കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിപ്പിക്കും. നടക്കട്ടെ നടക്കട്ടെ. അമ്മ വരാൻ തമ്മേ, വാ പോവാ. അബിയേ, ഫോണില് കുത്തിക്കളിച്ചോണ്ടിരിക്കല്ലേ അബിയേ? അതാ കൊറോണക്കാലത്ത് ടീച്ചർമാര് തന്നതാ പഠിക്കാൻ. നീ കേട് വരുത്തണ്ട കുട്ടിയേ. ഇല്ലമ്മ, ഞാൻ അവിടെ പൂള തിന്നാ, വേറൊന്നുമില്ല ഇതിനൊപ്പം കഴിക്കാൻ. ഇതന്നെ എങ്ങനെ ആക്കണമെന്ന് എനിക്ക് അറിയുള്ളൂ ഉണ്ണിയേ. എന്താ ചെയ്യാ, വയ്യ എനിക്കേ. നീ ഇത് കഴിച്ചോ, ഇത് മീനാ. തെക്കേലെ അവര് കിച്ചക്ക് ചോറിന് തന്നതാ. ഇത് കുത്തി കഴിച്ചോ. പൊന്നമ്മേട്ടോ, നമുക്ക് എന്നിട്ട് വെള്ളം കോരണം. വിറക് കൊടുത്തേക്കണം കേട്ടോ. കുറച്ച് കഴിയട്ടെ അമ്മ. എന്നിട്ട് വേണം നമുക്ക് ചോറ് വെക്കണേ. വളരെ ഭയാനകമായ ഒരു വിഷ്വലാണിത്. ദീപക് നിൽക്കുന്നത് എവിടെയാണ്? ആ ദൃശ്യം കാണുമ്പോൾ തന്നെ ഭയം ഉണ്ടാവുന്നുണ്ട്. ഒരു വലിയ കുന്നിടിഞ്ഞ് താഴെ മുകൾ ഭാഗത്താണ്. മുണ്ടക്കൈ എന്ന പ്രദേശത്തിന് തൊട്ട് താഴെയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഇന്നലെ നമ്മൾ ഒരു ചളിയിൽ പൂണ്ട ഒരാളെ മണ്ണിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് എടുത്തിരുന്നു. ആ പ്രദേശമാണ് ഈ എതിർഭാഗത്ത് കാണുന്ന മേഖല. ഈ വലിയ പാറയ്ക്ക് സമീപമുള്ള പ്രദേശത്താണ് ഇന്നലെ ഒരാൾ ചളിയിൽ പൂണ്ട് കിടക്കുന്ന അവസ്ഥയിൽ കണ്ടത്. പിന്നീട് ആ ആളെ നമ്മൾ പുറത്തേക്ക് എത്തിക്കാൻ രക്ഷാപ്രവർത്തകർക്കൊപ്പം എത്തി. വലിയ കല്ലുകൾ വന്ന് അടിഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്തും നിറയെ വീടുകളുണ്ടായിരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഈ മണ്ണ് വന്ന് ചളി അടിഞ്ഞു കൂടിയ ഒരു പ്രദേശത്ത് മുൻപുണ്ടായിരുന്ന വീടുകളുടെ ഒരു ഭാഗവും ഒരു ലക്ഷണവും ഇല്ലാത്ത രീതിയിലാണ് ഈ ഭാഗത്തുള്ളത്. ഈ എതിർഭാഗത്ത്, അതായത് ഈ ഞാൻ നിൽക്കുന്ന മൺകൂനയ്ക്ക് സമീപമുള്ള പുറകിലുള്ള പ്രദേശമാണ് ഇന്നലെ അരുൺകുമാർ സൂചിപ്പിച്ച ഈ മുണ്ടക്കൈ സ്കൂൾ എന്ന് പറയുന്ന ഭാഗം. ഈ മുണ്ടക്കൈ സ്കൂളിന് സമീപത്ത് കൂടിയാണ് ഇത്തരത്തിൽ ഉരുൾപൊട്ടലുണ്ടായത്. കുറച്ചുകൂടി ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് വ്യക്തമായി കാണാൻ കഴിയും. അബി, കഴിക്കാൻ വാ. ആമാ. എന്താ മോനെ കഴിക്കാതിരിക്കണത്? അമ്മ വാരി തരാട്ടോ.
അബിയെ എന്താ അത്? എന്ത് പറ്റി? ഒന്നുമില്ല. പ്രാർത്ഥിച്ച് കിടക്കണ്ടേ കിടക്കാൻ നേരത്ത്. അബിയ ഈ എവിടേക്കാ ഓടണേ? നീ ഒന്ന് നിക്ക്. രാത്രിയിൽ എവിടേക്കാ എന്റെ അബിയ പോണത്? പോണത് മലയ്ക്കൊന്നും പറ്റിയില്ല. കിളിയും പക്ഷിയും ഒക്കെ അവിടെ തന്നെ ഉണ്ടാവും. ബാബാ നമുക്ക് പോയി കിടക്കാം. രാവിലെ പോയിട്ടൊക്കെ കാണാം. ബാബാ ഒക്കെ അവിടെ തന്നെ ഉണ്ട്. മലയ്ക്കൊന്നും പറ്റില്ല. നാളെ രാവിലെ ആയിട്ട് എല്ലാം പോയി കാണാം കേട്ടോ. പോയി കിടന്നോ. മോനേതാ? എന്താ ഒരു പരിഭ്രമം? കാലങ്ങളായി ആരെങ്കിലൊക്കെ ഇങ്ങനെ വന്നിട്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു. സ്വപ്നം? എന്ത് സ്വപ്നം? ഈ മലയൊക്കെ ഇടിഞ്ഞ് ഇവിടെ എല്ലാം തകർന്ന് ആർത്ത് പിടിച്ചോണ്ട് എല്ലാരും. അങ്ങനെ എന്തും സംഭവിക്കാം ഏത് സമയത്തും. അങ്ങനെയൊക്കെ ഉണ്ടാവും അമ്മാവാ? മോനെ, ആളുകൾ മുൻപൊക്കെ ഈ മലമുകളിൽ എവിടെയൊക്കെ കുടികെട്ടി താമസിച്ചിരിക്കുന്നു. പല പല സൗകര്യങ്ങളുടെ പേര് പറഞ്ഞ് അവരെയൊക്കെ മാറ്റി താമസിപ്പിച്ചു. പണ്ടൊക്കെ ആ കുടിലുകളിൽ സൗകര്യങ്ങൾ കുറവായിരുന്നെങ്കിലും മനസമാധാനം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് വേണ്ടേ അമ്മാവോ അതുപോലെ കഴിയാൻ? വേണം. പക്ഷെ പ്രകൃതി അവളെ വല്ലാണ്ടങ്ങ് നോവിച്ചു വിട്ടാൽ നമുക്ക് തരുന്ന സൗകര്യങ്ങളെല്ലാം ഏത് നിമിഷവും അവൾ തിരിച്ചെടുക്കാം. അപ്പൊ അമ്മ പറഞ്ഞല്ലോ അതൊക്കെ തടുക്കാനാവുന്ന. പ്രകൃതി തന്നിരിക്കുന്ന ഈ സൗഭാഗ്യങ്ങളൊന്നും നമ്മൾ തിരിച്ചറിയുന്നില്ലല്ലോ. എല്ലാം തന്മയോടെ നിലനിർത്തിയാൽ നമുക്ക് നന്ന്. അതില്ലാത്തോണ്ടല്ലേ കാലം തെറ്റിയ കാറ്റും മഴയും എല്ലാം. കേട്ടിട്ട് പേടിയാവണം അമ്മാവാ. മോൻ അധിക നേരം ഇവിടെ നിൽക്കണ്ട, വേഗം വീട്ടിൽ പോയിക്കൊള്ളൂട്ടോ. ടീച്ചറോട് പറയാം സ്വപ്നത്തെക്കുറിച്ചും രാവിലെ കണ്ട അമ്മാവനെ കുറിച്ചും. ആ സ്വപ്നം പോലെ തന്നെ അമ്മാവനും എൻ്റെ തോന്നലാകുമോ? അതോ ശരിക്കുണ്ടാവുമോ? തേൻകനി എന്ന പാഠം പഠിപ്പിച്ചപ്പോൾ ടീച്ചർ പരിചയപ്പെടുത്തുന്ന വനനായകന്റെ സ്വഭാവം പോലെ തോന്നി ആ അമ്മാവനെ. എന്തായാലും ടീച്ചർ പറഞ്ഞു തന്നോളൂ. കളകളാരവം പൊഴിക്കും പൂഞ്ചോല നീരിൽ നനഞ്ഞലിഞ്ഞിടാം എങ്ങുമെന്നും. കാനനങ്ങൾ നെയ്തെടുത്ത സ്വപ്നം